ഉള്ളി എന്താ പറഞ്ഞേ ഉള്ളി നടുവാണോ? നടുവാ. അപ്പോൾ ഉള്ളി നടുന്ന വിധം നമുക്ക് കണ്ടുപോകാം അല്ലേ? കർണാടകയിലാണേ, ഗുണ്ടൽപേട്ടയ്ക്ക് അടുത്ത് അല്ലേ? ശിവണ്ണനാണ് നടക്കുന്നത് അല്ലേ? ആ ഓക്കെ. ഇതാണ്ട് ആ കാണുന്ന വയലിലാണ് അണ്ണൻ ഉള്ളി നടുന്നത് അല്ലേ? അത് കണ്ടു നോക്കാം. അതുപോലെ ഇരിക്കും അല്ലേ? വാഴ വെച്ചത് നമ്മളെ വാഴയല്ലേ? ആണോ? അല്ല നമ്മുടെ വാഴ അല്ലേ? അടിപൊളി. ഓരോ വാഴയിലോട്ട് കൂടി സഹിച്ചേൻ്റെ മോളെ പേര് വിസ്മയ. അപ്പം കർണാടകയിൽ നമ്മൾ ഉള്ളി നടുന്ന വിധം ഒന്ന് കാണാൻ പോവുകയാണേ. കേട്ടോ, പാടത്തിൻ്റെ വരമ്പിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ശിവണ്ണ എന്ന് പറഞ്ഞൊരു കർഷകനുണ്ട് കേട്ടോ. പുതിയ പുള്ളിക്ക് 10 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ ആ 10 ഏക്കർ സ്ഥലത്തിൽ വാഴ, ഈ പറഞ്ഞ പോലെ മഞ്ഞൾ, ഇഞ്ചി, പിന്നെ ഈ പറഞ്ഞ ഉള്ളി, ഇതൊക്കെയാണ് അദ്ദേഹം കൃഷി ചെയ്ത് വരുന്നത്. അപ്പോൾ ഉള്ളി നടുന്ന വിധം നമുക്ക് പുള്ളി കാണിച്ചു തരും. ഞാൻ തന്നെ ആവില്ല. ആ ഓക്കെ. ഇത് വെണ്ടയാ? അപ്പോൾ ഇത് വെണ്ടയാണല്ലേ? വെണ്ട കൃഷിയുണ്ട്. അതാ ഇത് ബീജം ഉണ്ടല്ലേ? ബീജം എന്ന് പറഞ്ഞാൽ വിത്തുണ്ടോ? ആ വിത്ത് വിത്ത് തരാന്നാണ് പറഞ്ഞത്. ഓ ഇത് വെണ്ട കൃഷിയല്ലേ? അല്ല വേണ്ട, സൈഡിൽ കൂടെ നമ്മൾ നടന്നാൽ മതി. ഇതുണ്ട്, ഇത് മൊത്തം വെണ്ട കൃഷിയാട്ടോ. മറ്റേ സ്പ്രിങ് മറ്റേ വാട്ടർ സ്പ്രേ ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ടേ. അതുകൊണ്ട് ഇത് മൊത്തം വെണ്ട നട്ടേക്കുവാ. എന്താ വെണ്ടയുടെ തൈകളുണ്ട്. മഞ്ഞള് ഇനി മൊത്തം പറിക്കും. ഇത് മഞ്ഞളാണോ? ഇതിപ്പോ മഞ്ഞളാണ് ഇപ്പൊ വെട്ടിയിട്ടിരിക്കുന്നത്. ഇനിയിപ്പോ മഞ്ഞളെല്ലാം പറിച്ചു മാറ്റി അടുത്തൊരു ചോളം ഇടണം എന്നാണ്. ഇത് മഞ്ഞളാ അല്ലേ? ഇതെല്ലാം പറിക്കാൻ പോവോ? കറിവേപ്പ് നട്ടിട്ടുണ്ട് അല്ലേ? കേട്ടോ, ഒരു ചുവട് പറിച്ചപ്പോൾ ഉള്ള മഞ്ഞളാണിത്. ഇതെല്ലാം പറിക്കാനുള്ളതല്ലേ ഇനി? 2 കിലോ ഒക്കെ ഉണ്ടാവും ഒരു ചുവടിന്. 2 കിലോ ഒക്കെ ഉണ്ടാവും അല്ലേ? മഞ്ഞൾ അടിപൊളി. ഒരു ക്വിൻ്റാലോ 16,000 ഇത് ഇപ്പൊ എന്ന് വെച്ചാൽ 16,000. 16 ഇത് പൈസ. ഇത് എത്ര രൂപയ്ക്കുള്ളതുണ്ട് ഇത് റേറ്റ്? കിലോ എന്നാ വിലയുണ്ട് ഇത്? കിലോ അതെ 600 രൂപ. 600 രൂപ കിലോ ഉണങ്ങിയത്? 600 രൂപ ഉണ്ടല്ലേ? ഒഴുകി ഉണക്കണം. ഞാൻ ചെയ്യാറുണ്ട്, എനിക്കുണ്ട്. നല്ല കാര്യം. അപ്പോൾ ഉള്ളി നോക്കി, ഇതേ ഉള്ളി നടന്നതാണ്. ഇത് ചുമ്മാ ഇങ്ങനെ ഇട്ടാൽ മതി. ഇങ്ങനെ ഇട്ടാൽ മതിയോ? ഇത് വെറുതെ വെച്ചാൽ മതി, അതായിക്കോളും. ഇതിങ്ങനെ വെറുതെ വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഉള്ളി 2 മാസം 3 മാസമൊക്കെയല്ലാതെ ഓ നമ്മുടെ മണ്ണിൽ ഉണ്ടായൊന്നുമില്ല. ഇത് 3 ദിവസമായി. ഇതിന് 3 ദിവസമായി. പേര് വന്നു 3 ദിവസമായി. 3 ദിവസം അത്രയും പേര് വന്നു ഉണ്ടോ? ഇത്രയും പേര് വന്നു കേട്ടോ. അതാ വെള്ളം അടിച്ചിട്ടുണ്ട്. വെള്ളം എവിടുന്നാ? ഇവിടെ ബോർവെല്ലുണ്ട്. കറണ്ട് എല്ലാം ഒരു ദിവസക്ക് 10 യൂണിറ്റ്. 10 ടൈം. ഓ സ്പ്രിംഗ്ലർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എല്ലാം നനയ്ക്കുന്നത് കേട്ടോ. ഫ്രീ അഗ്രികൾച്ചർ ഫ്രീ, സർക്കാർ ഫ്രീ കൊടുത്ത് കറണ്ട് മൊത്തം. അതുകൊണ്ട് വെള്ളം നനയ്ക്കാൻ പറ്റും കേട്ടോ. കർണാടകയിലൊക്കെ അങ്ങനെ ഗുണമുണ്ട്. കർഷകർക്ക് ഫ്രീ കറണ്ടാണ്. അപ്പോൾ ബോർവെല്ലാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് സമയമില്ല. ഇതേ പണിയായിരുന്നു. ഞാനും അമ്മ കാണില്ല, ചേച്ചി കണ്ടില്ല. എത്ര മാസമായി? 3 വർഷമായി ഞാൻ അവിടെ വന്ന്. ಇಲ್ಲಿ ಪಣಿ ಇಲ್ಲ ಅಂದ ಸಮಯದಲ್ಲಿ ಬೋರ್ ಅಡಿಚಿಟ್ಟಿಲ್ಲ. ಆ ಸಮಯದಲ್ಲಿ ಎಲ್ಲ ರೆಡಿಯಾಕೆ ನಾನು ನಿಮ್ಮಕ್ಕೆ ಪಣಿಗೆ ಬಂದಿಟ್ಟಿಲ್ಲ. ಆ ಸಮಯത്ത് ಇದೆಲ್ಲ ഒന്നും റെഡി ആയിട്ടില്ല. റെഡി ആയിട്ടില്ല. 5 ലക്ഷം 6 ലക്ഷം ബാങ്കിൽ എടുത്ത് എല്ലാം ബോർ അടിച്ചത്.
3 മാസത്തിന് 5-6 ലക്ഷം രൂപ. മൊത്തം കൃഷി എപ്പോഴും കൃഷിയല്ല. ಎಲ್ಲ ರೆಡಿಯಾಕ ಮೊತ್ತ ಬ್ಯಾಂಕ್ ಕೆನರಾ ಬ್ಯಾಂಕ್ ಅವ್ರು ಸಾಲ ಕೊಡ್ತು 5 ಲಕ್ಷ. ಅದೇ ಅಲ್ಲಿ പോ ഈ വേള JCBയിൽ പൈപ്പ് ലൈൻ അടിച്ച് അല്ലേക്ക് വെള്ളം അടിച്ച് അത് ബീൻസ് ആക്കും അത് കഴിഞ്ഞത് നമ്മൾ കിട്ടുന്ന സ്ഥലമുണ്ടോ? പിന്നെ ഉള്ളി ಇಟ್ಟಕ ಸ್ಥಳ ಉಂಟು ಅಂದ್ರೆ ಅದೇ ರೈಟ್ ಜಾಸ್ತಿ ಯಾರು കൊടുക്കില്ല അല്ലേ? ಯಾರು ಕೊಡ್ಕಿಲ್ಲ. ಇಪ್ಪ ರೈಟು ಇದು ನಾನು 4,200 ಇದು 200. നമ്മൾ തിരിച്ചു പോവാണ്. ശിവണ്ണൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ ಫೋನ್ ವಿളിച്ചാ ನೀನು ಬೆಳಿಗ್ಗೆ സമയത്ത് വിളിച്ചിട്ട് കിട്ടുന്നില്ല. കുറേ നേരം വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളിക്കൃഷി നമ്മൾ കണ്ടു, വെണ്ടക്കൃഷി കണ്ടു, വാഴക്കൃഷി കണ്ടു. ഇത് സംഭവം ഗുണ്ടൽപേട്ടയ്ക്ക് അടുത്ത് കർണാടകയിലാണ്. 3 മാസത്തിനുള്ളിൽ വരും കല്യാണം അത് ഇനി നമുക്ക് ഇതൊന്ന് വലുതാകുമ്പോഴത്തേക്ക് വിളവെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. അന്നേരം നമുക്ക് പൂർണ്ണ രൂപത്തിൽ കാണാൻ പറ്റും. വിത്തിന് വേണ്ടിയുള്ള വെണ്ടയാണ് അല്ലേ? വിത്തിന് വേണ്ടി നിർത്തിയേക്കുന്ന വെണ്ടയാണ്. ഇത് അദ്ദേഹം പറിക്കുന്നുണ്ട് ആണല്ലേ? വിത്ത. ഓ അടിപൊളി. ഇതാണ് വിത്തല്ലേ? ഇതെന്ത് വിൽക്കുവോ അതോ ഇവിടെ തന്നെ പാവുമോ? വിൽക്കുവോ? അത് കടയിൽ കൊടുക്കുവോ? കടയിലില്ല. ഇല്ല, നമ്മൾ തന്നെ ഉപയോഗിക്കും ഇവിടെ. അത് നമ്മളെ കടയിൽ കൊണ്ടുപോയില്ല. ഇല്ല, ഞാൻ ഇല്ലേ തയ്യാറാക്കി ഇവിടെ തന്നെ വെക്കും. ഇത് സൂപ്പർ ഹീറോ. പോലെ ഓക്കെ. ഇനി വരുന്ന വിളവെടുക്കുന്ന സമയത്ത് വരാം. രാവിലെ 7 മണി 6 മണിക്ക് ഫോൺ വിളിച്ചാൽ ഈ വയൽ വരമ്പിലൂടെയുള്ള ഈ നടത്തം തന്നെ ഒരു ഭയങ്കര രസമാട്ടോ ഈവനിങ്ങില്.